ഇനി നമ്മൾ റീജിയൻ തിരിച്ചുള്ള ഡേറ്റകളിലേക്ക് ആണ് പോകുന്നത്. ക്രൈസ്തവർക്ക് ശേഷം നമ്മൾ മിഡിൽ കേരളയും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം മിഡിൽ കേരളയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് എറണാകുളം, കോട്ടയം ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ. പക്ഷേ ആ ചിത്രം പിന്നീട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും LDF-നോടൊപ്പം ചേരുകയും ചെയ്തതോടുകൂടി ആ ഒരു അപ്രമാദിത്വം UDF-ന് നഷ്ടപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇതാ ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ തന്നെയാണ് മധ്യ കേരളത്തിൽ UDF-ഉം LDF-ഉം നിൽക്കുന്നത്. UDF 41% വോട്ടുകൾ നേടുമ്പോൾ LDF 40% അക്കൗണ്ടിൽ ആക്കുന്നുണ്ട്. NDA-ക്ക് അത്ര വലിയ സ്വാധീനം ചെലുത്താൻ ഇപ്പോഴും മധ്യ കേരളത്തിൽ സാധിക്കുന്നില്ല. NDA 14% എന്ന നിലയിൽ ആണ് നിൽക്കുന്നത്. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. വടക്കൻ കേരളം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകൾക്ക് മെജോറിറ്റിയുള്ള നിരവധിയായ ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് മുസ്ലിം വോട്ടുകളിൽ ഭൂരിപക്ഷവും UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. അതിൽ തന്നെ മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ജില്ലകളാണ്. മുസ്ലിം മതവിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ജില്ലകളാണ്. അവിടെ ഇതാ UDF-ന്റെ ഒരു മേൽക്കൈ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 45% വോട്ടർമാർ വടക്കൻ കേരളത്തിൽ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. LDF-ന് 39%, NDA-ക്ക് 12%. ഇവിടെ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ വടക്കൻ മേഖലയിൽ UDF-ന് വലിയ അപ്രമാദിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത് മണ്ഡലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തു വരുമ്പോൾ ഈ ഒരു സാഹചര്യം മാറിപ്പോകാം എന്നതാണ്. അവിടെ വോട്ട് ഒരുപക്ഷെ ഈ കുത്തക മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം നേടുകയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളിൽ LDF-ന് വിജയിച്ചു കയറാനും ഒക്കെ സാധിക്കും. പക്ഷേ പൊതുവിൽ വോട്ടർമാരുടെ കണക്കുകൾ വടക്കൻ കേരളത്തിൽ നിന്ന് ആകത്തുകയായി ശേഖരിക്കുമ്പോൾ ഇതാണ് നമുക്ക് വ്യക്തമാകുന്നത്. UDF-ന് തന്നെയാണ് അവിടെ ഒരു മേൽക്കൈ എന്നതാണ്. ഇനി നമ്മൾ തെക്കൻ കേരളം, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തിലാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടുന്ന ജില്ലകൾ വരുന്ന തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കും എന്നത് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. LDF-ന് ഒരു മേൽക്കൈ, അതായത് മിഡിൽ കേരള, മധ്യ കേരളം, മലബാർ മേഖല, തെക്കൻ കേരളം, ഇങ്ങനെ 3 റീജിയൻ തിരിച്ചാൽ LDF ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ പോകുന്നത് തെക്കൻ കേരളത്തിലാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഡേറ്റകളാണ് വോട്ട് വൈബിന് ലഭിച്ചിട്ടുള്ളത്. അതായത് LDF 39% വോട്ടുകൾ നേടുന്നു തെക്കൻ കേരളത്തിലെങ്കിൽ 39% തന്നെയാണ് UDF-ന്റെയും കണക്ക്. അതായത് പൊതുചിത്രമായി ഇത് വിലയിരുത്തുമ്പോൾ തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തുല്യമായ പ്രാതിനിധ്യമാണ് ലഭിക്കുന്നത്. അവിടെ NDA-യും 17% അപ്രമാദിത്വം പുലർത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, കേരളത്തിൽ ഇത്തവണ മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് NDA പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ. അതിപ്പോൾ നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമമാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നിയമം. വട്ടിയൂർക്കാവിൽ അവർ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, ഷീലേഖയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ. അതേസമയം തന്നെയാണ് കഴക്കൂട്ടത്ത് V. മുരളീധരനിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, പാലക്കാട് ശോഭാ സുരേന്ദ്രന് പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്, മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ ഒരുപക്ഷെ അവർക്ക് മുന്നേറാൻ സാധിക്കുകയോ 2ാം സ്ഥാനത്ത് എത്തുകയോ ചെയ്യാം. പക്ഷേ പൊതുവിൽ തെക്കൻ കേരളത്തെ വിലയിരുത്തുമ്പോൾ അത്ര വലിയൊരു വോട്ട് സ്വാധീനം തെക്കൻ കേരളത്തിൽ ഇപ്പോഴും NDA-ക്ക് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് 17% നിൽക്കുന്നു എന്നതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവെക്കേണ്ടത്, നഗരവാസികളിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതാണ്. എല്ലാ കാലങ്ങളിലും നഗരവാസികൾ വലിയ മെജോറിറ്റി UDF-ന് നൽകുന്നു എന്ന പൊതുവിലയിരുത്തൽ ആണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ കഴിഞ്ഞ ഏതാനും ടേമുകളായി, ഏതാണ്ട് 2011 ശേഷം ഒക്കെ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 2016, 19, 21 കാലഘട്ടത്തിലൊക്കെ നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ LDF-ന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ ഇവിടെയും UDF-ഉം LDF-ഉം തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. UDF-ന് 42% വോട്ടുകളാണ് നഗരമേഖലയിൽ ഉള്ളത് എങ്കിൽ LDF-ന് 39% എന്നതാണ് വോട്ട് വൈബിന്റെ കണക്ക്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകാം. മാത്രമല്ല NDA-യുടെ കണക്ക്, NDA സംബന്ധിച്ചിടത്തോളം അവർ നഗരമേഖലകളിലാണ് കൂടുതൽ പടർന്നു പന്തലിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയല്ല ഈ ഡേറ്റ വ്യക്തമാക്കുന്നത്. 14% മാത്രമാണ് നഗരപ്രദേശങ്ങളിൽ BJP-ക്ക് നേതൃത്വം നൽകുന്ന NDA-ക്ക് വേരോട്ടം ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നഗരത്തിന് പുറത്തുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ UDF-ന് വീണ്ടും മേൽക്കൈ ഉണ്ടാകുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ, അതായത്
നഗരങ്ങൾക്ക് പുറത്തുള്ള മേഖലകളിൽ UDF 42%, LDF 39%. അവിടെയും NDAയുടെ കണക്കുകളിൽ കാര്യമായ വ്യത്യാസമില്ല, 14% എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ നിലയിൽ ആണ് ഇപ്പോൾ ഡേറ്റകൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് പൊതുവിൽ ചിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കണക്കുകളും UDFന് അനുകൂലം എന്ന നിലയിലേക്ക് എത്തുന്നു എന്നതാണ് പൊതുചിത്രം. ഈ ചിത്രം ആണ് ഈ തരത്തിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ നൽകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്ത് തന്നെയാണെങ്കിലും ഇത് ഒരു എക്സിറ്റ് പോൾ ആണ് എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ 4-ാം തീയതി ഈ ചിത്രത്തിൽ നിന്ന് ചിലപ്പോൾ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഈ ഡേറ്റകൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മേഖലകളിൽ ആണ് തങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്, ഏത് മേഖലകളിൽ ആണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങൾ അവർ തീർച്ചയായും അവരുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.